വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 1 ഹ്യൂമനിസം പാർട്ട് 5 ആണ് നോക്കുന്നത്. അപ്പോൾ പാർട്ട് 4 ഒരുപാട് റൈറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യുക. അതിൻ്റെ ആൻസർ അടുത്ത പാർട്ടിലേക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നവോത്ഥാനവും ചരിത്രരചനയും. ഈ ഭാഗത്ത് നമ്മൾ ലോക ചരിത്രത്തെ 3ആയി വിഭജിക്കുകയാണ്. അതായത് വേൾഡ് ഹിസ്റ്ററിയെ പ്രാചീനകാലം, മധ്യകാലം, ആധുനിക കാലം എന്നിങ്ങനെ 3ആയി തിരിക്കുകയാണ്. ആൻഷ്യൻ പീരീഡ്, മിഡീവൽ പീരീഡ് ആൻഡ് മോഡേൺ പീരീഡ്. CE 5th സെഞ്ചുറി വരെ വരുന്നതാണ് ആൻഷ്യൻ പീരീഡ്. CE 5th സെഞ്ചുറി മുതൽ CE 15th സെഞ്ചുറി വരെ പെടുന്നതാണ് മിഡീവൽ പീരീഡ്. CE 15th സെഞ്ചുറിക്ക് ശേഷം വരുന്നതാണ് മോഡേൺ പീരീഡ്. അതായത് നമ്മുടെ ഈ കാലഘട്ടമാണ് മോഡേൺ പീരീഡ്. പ്രാചീനകാലം, മധ്യകാലം, ആധുനികകാലം എന്നിങ്ങനെ 3ആയി തിരിച്ചിട്ടുള്ള ഈ ഒരു രീതി നവോത്ഥാന കാലഘട്ടത്തിലാണ്, അതായത് റിനൈസൻസ് പീരീഡിലാണ് നിലവിൽ വന്നത്. ഇറ്റാലിയൻ ഹിസ്റ്റോറിയൻസായ ഫ്ലാവിയോ ബിയോണ്ടോ, ലിയനാർഡോ ബ്രൂണി എന്നിവരാണ് ഈ ഒരു രീതി ആവിഷ്കരിച്ചത്. ഇക്കാലത്ത് ചരിത്രരചനയിൽ പല മാറ്റങ്ങളും ഉണ്ടായി. ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചരിത്രരചനയിൽ ഹ്യൂമൻ സെൻറ്റേർഡ് റെക്കഗ്നീഷൻ ലഭിച്ചു എന്നതാണ് ഒന്നാമത്തെ കാര്യം. അതായത് മനുഷ്യൻ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ പ്രധാന ഇടം നേടി എന്നതാണ്. റിനൈസൻസ് എത്രമാത്രം ഹിസ്റ്റോറിയോഗ്രാഫിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ റിനൈസൻസ് വന്നതോടുകൂടി ചരിത്രരചനയിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ആദ്യകാലത്ത് ചരിത്രരചനയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരുന്നോ അത് റിനൈസൻസ് വന്നതോടുകൂടി മാറ്റം വന്നു. അപ്പോൾ ആദ്യകാലത്ത്, അതായത് മിഡീവൽ പീരീഡിൽ ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ജീവിത രീതികളെ കുറിച്ചായിരുന്നു എഴുതിയിരുന്നത്. എന്നാൽ പിന്നീട് മതപരമല്ലാത്ത കാര്യങ്ങൾ എഴുതപ്പെട്ടു. അതുപോലെ മിഡീവൽ പീരീഡിൽ ഉണ്ടായിരുന്ന ഒരു ചിന്താഗതി എന്തായിരുന്നു? ചരിത്രത്തിലെ സംഭവങ്ങളെല്ലാം തന്നെ ദൈവസൃഷ്ടിയാണെന്നും ചരിത്രത്തിൻ്റെ രീതി നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ ഗതി നിർണ്ണയിക്കുന്നത് ഒരു സൂപ്പർ നാച്ചുറൽ പവറാണെന്നുമാണ് മിഡീവൽ പീരീഡിൽ ഉണ്ടായിരുന്ന കാഴ്ചപ്പാട്. എന്നാൽ ഈ ഒരു ചിന്താഗതി പിന്നീട് റിനൈസൻസ് കാലത്ത് നഷ്ടപ്പെട്ടു. അങ്ങനെ ഹ്യൂമൻ സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു തോട്ട് ഉടലെടുക്കാൻ തുടങ്ങി. ആദ്യകാലത്ത് ചരിത്രകാരന്മാർ പുരോഹിതരുടെ ജീവിത കഥകളും അതുപോലെ സന്യാസിമാരുടെ ക്രോണിക്കിൾസും അവരുടെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം, അവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെയായിരുന്നു എഴുതിയിരുന്നത്. എന്നാൽ പിന്നീട് മനുഷ്യ ജീവിതത്തെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പ്രധാന ഭാഗമാക്കി ചരിത്രത്തിൽ എഴുതപ്പെട്ടു. അടുത്ത മാറ്റം എന്താണ് ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളത്? അതായത് ഗ്രോയിങ് ഇമ്പോർട്ടൻസ് ഓഫ് ആർക്കിയോളജിക്കൽ എവിഡൻസ് ആൻഡ് റിലിക്സ്. പുരാവസ്തു തെളിവുകൾക്കും ശേഷിപ്പുകൾക്കും ചരിത്രത്തിൽ പ്രധാന സ്ഥാനം ലഭിച്ചു. അതാണ് രണ്ടാമത്തെ പ്രത്യേകത. അപ്പോൾ ആദ്യത്തെ നമ്മൾ പറഞ്ഞത് എന്താണ്? ഹ്യൂമൻ സെൻറ്റേർഡ് ആയി മാറി ചരിത്രരചന എന്നാണ്. രണ്ടാമത്തെ പോയിന്റ്, ചരിത്രത്തിൽ പുരാവസ്തു തെളിവുകൾക്കും അതിൻ്റെ ശേഷിപ്പുകൾക്കും അവിടെ നിലനിൽക്കുന്ന പണ്ട് കാലത്ത് ഉണ്ടാക്കിയ സാധനങ്ങളുടെ നിലനിൽപ്പിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക, അതിനെക്കുറിച്ച് എഴുതുക. ആ ഒരു കാര്യങ്ങൾ ചരിത്രത്തിൽ ഇടം തേടി എന്നതാണ്. തുടർന്ന് ചരിത്രകാരന്മാർ ലിഖിതങ്ങൾ, നാണയങ്ങൾ, പ്രാചീന കയ്യെഴുത്ത് പ്രതികൾ തുടങ്ങിയ തെളിവുകൾക്ക് ചരിത്രത്തിൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. അങ്ങനെ അവർ പ്രാചീന കയ്യെഴുത്ത് പ്രതികളെല്ലാം തന്നെ, അതായത് മാനുസ്ക്രിപ്റ്റ്സ് ഒക്കെ തന്നെ ശേഖരിക്കാനും അത് സംരക്ഷിക്കാനുമുള്ള ശ്രമങ്ങൾ വളരെയധികം ഊർജിതമാക്കി. റിനൈസൻസ് ആൻഡ് സയൻസ്. സയൻറ്റിഫിക് ഫീൽഡിൽ റിനൈസൻസ് എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവന്ന് നോക്കാം. 2 ഫീൽഡാണ് നമുക്ക് പ്രത്യേകിച്ചും പഠിക്കാനുള്ളത്. ഒന്ന് ആസ്ട്രോണമി, 2 മെഡിസിൻ. അപ്പോൾ മെഡിസിനിൽ പ്രത്യേകിച്ചും അനാട്ടമിയിൽ വന്ന മാറ്റങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യ ഭാഗം നമുക്ക് ആസ്ട്രോണമിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ റിനൈസൻസ് കൊണ്ടുവന്ന് നോക്കാം. ഇവിടെ നമുക്ക് 5 സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് പഠിക്കാനുള്ളത്. 16ാം നൂറ്റാണ്ടിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന ടോളമി മുതൽ 17ാം നൂറ്റാണ്ടിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഐസക് ന്യൂട്ടൺ വരെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് ടോളമി, കോപ്പർനിക്കസ്, ഗലീലിയോ ഗലീലി, ജോഹന്നാസ് കെപ്ലർ, ഐസക് ന്യൂട്ടൺ. ഇവരുടെ കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് ഈ ഭാഗം പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞ് വരുന്ന ഭാഗത്താണ് എന്തെല്ലാം മാറ്റങ്ങൾ മെഡിസിനിൽ കൊണ്ടുവന്നു, മെഡിസിനിൽ പ്രത്യേകിച്ചും അനാട്ടമിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്ന് പഠിക്കേണ്ടത്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് പാരാസെൽസസ്, ആൻഡ്രിയസ് വെസാലിയസ് തുടങ്ങിയ 2 സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യ ഭാഗം നോക്കാം. അതായത് ആസ്ട്രോണമിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ റിനൈസൻസ് കൊണ്ടുവന്ന് നോക്കാം. 16ാം നൂറ്റാണ്ട് വരെ
ഉണ്ടായിരുന്ന വിശ്വാസം ഭൂമി യൂണിവേഴ്സിൻ്റെ സെൻറ്റർ എന്നായിരുന്നു. അതായത് ടോളമിയുടെ വിശ്വാസം അനുസരിച്ച് അല്ലെങ്കിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ഭൂമി യൂണിവേഴ്സിൻ്റെ സെൻറ്റർ എന്നാണ്. എന്നാൽ കോപ്പർനിക്കസ് ഈ ഒരു വിശ്വാസത്തെ മാറ്റിമറിച്ചു. അദ്ദേഹം പറയുന്നത് സൂര്യനാണ് യൂണിവേഴ്സിൻ്റെ സെൻറ്റർ, സൺ ഈസ് ദ സെൻറ്റർ ഓഫ് ദ യൂണിവേഴ്സ്. ഗലീലിയോ ഗലീലി, ജോഹന്നാസ് കെപ്ലർ തുടങ്ങിയവർ കോപ്പർനിക്കസിന്റെ വാദം ശരിയാണെന്ന് സമർത്ഥിച്ചു. പിന്നീട് ഗലീലിയോ ഗലീലി തന്റെ ടെലസ്കോപ്പിലൂടെ ജൂപ്പിറ്ററിന്റെ സാറ്റലൈറ്റും അതുപോലെ സാറ്റേണിന്റെ റിങ്സും കണ്ടുപിടിച്ചു. ഐസക് ന്യൂട്ടൺ ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ചത് അതിനു മുമ്പ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തങ്ങളുടെ അനുബന്ധമായിരുന്നു. ജോഹന്നാസ് കെപ്ലറിന്റെ കണ്ടുപിടുത്തം പാത്ത് ബ്രേക്കിംഗ് ഫൈൻഡിങ്സ് എന്നാണ് പറയുന്നത്. കെപ്ലേഴ്സ് path breaking findings revealed the speed of planets varied based on the distance from the sun. സൂര്യനിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച് ഗ്രഹങ്ങളുടെ വേഗതയിൽ വ്യത്യാസം വരുന്നു. ഇതാണ് പിന്നീട് ഐസക് ന്യൂട്ടന് ഗ്രാവിറ്റേഷൻ തിയറിക്ക് വേണ്ടുന്ന ഫൗണ്ടേഷനായി മാറിയത്. അതായത് കെപ്ലറിന്റെ ഈ ഒരു കണ്ടുപിടുത്തം ഐസക് ന്യൂട്ടനെ വളരെയധികം സഹായിച്ചു. ദ റിനൈസൻസ് ഓൾസോ വിറ്റ്നസ്ഡ് significant advancements in the field of medicine, particularly anatomy. മെഡിസിനൽ ഫീൽഡിൽ പ്രത്യേകിച്ച് അനാട്ടമിയിലാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. സ്വിസ് സയൻറ്റിസ്റ്റായ പാരാസെൽസസ് രോഗങ്ങളുടെ കാരണം കണ്ടെത്താൻ ശ്രമിച്ചു. അതിനുള്ള റിമഡിയും അദ്ദേഹം കണ്ടെത്താൻ ശ്രമിച്ചു. ഇതാണ് പാരാസെൽസസിൻ്റെ കണ്ടുപിടുത്തം. അത് കഴിഞ്ഞ് ആൻഡ്രിയസ് ബെസാലിയസ് മൃതശരീരം കീറിമുറിച്ച് പരിശോധിച്ച് അനാട്ടമിക്ക് പുതിയ വിവരങ്ങൾ നൽകി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ റിനൈസൻസ് ആൻഡ് സയൻസ് എന്ന ഭാഗത്ത് പഠിക്കാനുള്ളത്. ദ റിഫോർമേഷൻ, മതനവീകരണം. ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ റിനൈസൻസ് എക്സ്റ്റെൻഡ് ടു ദ റെലം ഓഫ് റിലീജിയൻ ഓൾസോ ഇൻ യൂറോപ്പ്. ഇപ്പോൾ യൂറോപ്പിൽ മതങ്ങളിലും റിനൈസൻസ് മാറ്റം കൊണ്ടുവന്നു. ഇതാണ് റിഫോർമേഷൻ, മതനവീകരണം. റിലീജിയനിൽ വന്ന നവീകരണം അഥവാ മാറ്റങ്ങൾ പ്രത്യേകിച്ചും ക്രിസ്തുമതത്തിൽ വന്ന മാറ്റങ്ങളാണ്. അതായത് കാത്തലിക് ചർച്ചിലെ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും വന്ന മാറ്റമാണ് റിഫോർമേഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തായിരുന്നു നിലവിലുള്ള വിശ്വാസം? പിന്നീട് വന്ന മാറ്റം എന്താണ്? ഈ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള ഗ്രൗണ്ട് വർക്ക് നടത്തിയത് ആരാണ്? എന്തായിരുന്നു നിലവിലെ വിശ്വാസം? പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷന് തുടക്കം കുറിച്ചതാര്? ഏത് ഭാഷയിലാണ് പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ നടന്നിട്ടുള്ളത്? ഈ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള ഗ്രൗണ്ട് വർക്ക് നടത്തിയ യൂണിവേഴ്സിറ്റി ഏതാണ്? എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ ഭാഗത്തിൽ പഠിക്കുന്നത്. എന്തായിരുന്നു നിലവിലുള്ള വിശ്വാസം? ചർച്ച് അതോറിറ്റീസ് proclaimed that purchasing indulgence would redeem individuals of their sins. ഇപ്പോൾ ഇൻ്റലിജൻസ് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചർച്ച് അതോറിറ്റീസ് പറയുന്നത് വ്യക്തികളുടെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിൻ്റെ പാപങ്ങളെല്ലാം നശിക്കും അല്ലെങ്കിൽ പാപങ്ങളെല്ലാം തീരും. അതോടുകൂടി ആ ഒരു ഇൻ്റലിജൻസ് പണം കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ അവരുടെ എല്ലാ പാപങ്ങളും നശിക്കുമെന്നാണ് ചർച്ച് അതോറിറ്റീസ് പറയുന്നത്. ഇതായിരുന്നു അന്നത്തെ വിശ്വാസം. ഈ വിശ്വാസത്തിന് പിന്നീട് എങ്ങനെയാണ് മാറ്റം വന്നതെന്ന് നോക്കാം. ഈ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള ഗ്രൗണ്ട് വർക്ക് നടത്തിയ ആളുകളാണ് ജോൺ വൈക്ലിഫ്, ഇറാസ്മസ്, ജാൻ ഹേഴ്സ് ആൻഡ് സവോനറോള. ഇവരാണ് തങ്ങളുടെ സെറ്റാരിക്കൽ വർക്ക് അതുപോലെ തന്നെ ക്രിറ്റിക്സ് വഴി ആളുകൾക്ക് വേണ്ടുന്ന ഒരു ചിന്താഗതി ഉണ്ടാക്കിയെടുത്തത്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, എഴുത്തുകളിലൂടെ നമുക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയും എന്ന ഒരു കാര്യം കൂടി നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ സെയിൽ ഓഫ് ഇൻ്റലിജൻസ് വഴി പണം കണ്ടെത്താൻ ചർച്ചസ് ലക്ഷ്യമിട്ടു. അപ്പോൾ അത് അവർ ഹോസ്പിറ്റലുകളും അതുപോലെ കത്തീഡ്രൽസും നിർമ്മിക്കുന്നതിനാവശ്യമായ ഫണ്ട് ഇതിലൂടെ സമാഹരിക്കാം അല്ലെങ്കിൽ കണ്ടെത്താം എന്നാണ് ചർച്ച് അതോറിറ്റീസ് കരുതിയിരുന്നത്. അങ്ങനെ ഇതിൻ്റെ വിൽപ്പനയ്ക്കായി ജൊഹാൻ ടെറ്റ്സൽ എന്ന ഡൊമിനിക്കൻ സന്യാസി ജർമ്മനിയിലെത്തി. ഈ ഇൻ്റലിജൻസിൻ്റെ വിൽപ്പനയിൽ പ്രതിഷേധിച്ച് ജർമ്മനിയിൽ വിറ്റംബർഗ് പള്ളിയുടെ വാതിലിൽ മാർട്ടിൻ ലൂതർ 1517 തൻ്റെ 95 പ്രബന്ധങ്ങൾ 95 തീസിസ് പതിപ്പിച്ചു. ഇതാണ് പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനത്തിൻ്റെ തുടക്കം. ഈ ആശയപരമായ സംവാദം മാർട്ടിൻ ലൂതർ ഇതിലൂടെ ലക്ഷ്യമിട്ടു. ജർമ്മന് പകരം ലാറ്റിൻ ഭാഷയിലാണ് അദ്ദേഹം തൻ്റെ തീസിസ് തയ്യാറാക്കിയത്. എന്നാൽ അറിയപ്പെടാത്ത ചില ആളുകൾ ജർമ്മൻ ഭാഷയിലേക്ക് ഇവ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ അറിവില്ലാതെ തന്നെ ഈ ഒരു തീസിസ് ജർമ്മൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി. അങ്ങനെ അദ്ദേഹം ചർച്ചുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ റിഫോർമേഷന് പശ്ചാത്തലം ഒരുക്കിയ അല്ലെങ്കിൽ ഗ്രൗണ്ട് വർക്ക് ചെയ്ത ആളുകളെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് അതിനു വേണ്ടുന്ന ഗ്രൗണ്ട് വർക്ക് ഒരുക്കിയ
സർവകലാശാലകളാണ്. അതായത് ജർമ്മനിയിലെ സർവകലാശാലകൾ റിഫോർമേഷന് വേണ്ടുന്ന ഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് മാർട്ടിൻ ലൂതർ അധ്യാപകനായി പ്രവർത്തിച്ചത്. അപ്പോൾ ഈ ഒരു സർവകലാശാലയും ജർമ്മനിയിലെ വിറ്റംബർഗ് സർവകലാശാല റിഫോർമേഷന് വേണ്ടുന്ന ഒരു പശ്ചാത്തലമൊരുക്കിയ ഒന്നാണ്. ഇതുകൂടാതെ ഭരണാധികാരികളും റിഫോർമേഷന് വേണ്ടുന്ന ഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ക്ലർജിക്കും ചേർച്ച് കോർട്ടിനും അധികാരങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരു അധികാരത്തെ ഭരണാധികാരികൾ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവരും ഈ ഒരു രീതി, അതായത് സെയിൽ ഓഫ് ഇൻ്റലിജൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, നികുതി പിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഭരണാധികാരികൾ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവരും ഈ ഒരു റിഫോർമേഷന് കൂട്ടായി പ്രവർത്തിച്ചു. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യമാണ് ജർമ്മനിയിലാണ് ഈ ഒരു റിഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ജർമ്മനിയിൽ തുടങ്ങിയ ഈ ഒരു റിഫോർമേഷൻ മറ്റ് യൂറോപ്യൻ കൺട്രീസിലും വ്യാപിച്ചു. സ്വിറ്റ്സർലൻഡിൽ ഉൾറിച്ച് സ്വിംഗ്ലി, ജോൺ കാൽവിൻ എന്നിവരും അതുപോലെ ഇംഗ്ലണ്ടിൽ രാജാവായ ഹെൻറി എട്ടാമനും റിഫോർമേഷന് വേണ്ടുന്ന നേതൃത്വം നൽകി. ഇംഗ്ലണ്ടിൽ ഹെൻറി എട്ടാമൻ്റെ നേതൃത്വത്തിൽ ആംഗ്ലിക്കൻ സഭ നിലവിൽ വന്നു. ഇത് നാഷണൽ ചർച്ച് അഥവാ ദേശീയ സഭ എന്നറിയപ്പെട്ടു. റിഫോർമേഷനെ തുടർന്നുണ്ടായിട്ടുള്ള മാറ്റങ്ങൾക്കാണ് കൗണ്ടർ റിഫോർമേഷൻ എന്ന് പറയുന്നത്. അതായത് കാത്തലിക് ചർച്ച് സ്വയമേ എഫേർട്ട് എടുത്ത് അതിൻ്റെ മാറ്റങ്ങൾക്ക് അല്ലെങ്കിൽ അവിടെയുള്ള പല തെറ്റായ കാര്യങ്ങളും ശരിയാക്കുക, റിഫോംസ് കൊണ്ടുവരിക, മാറ്റങ്ങൾ കൊണ്ടുവരിക, ഇതാണ് കൗണ്ടർ റിഫോർമേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോളോയിങ് ദ റിഫോർമേഷൻ ദ കാത്തലിക് ചർച്ച് ഇനിഷ്യേറ്റഡ് എഫേർട്സ് ടു റിഫോം ഇറ്റ് സെൽഫ്, എ മൂവ്മെൻറ്റ് നോൺ ആസ് കൗണ്ടർ റിഫോർമേഷൻ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചേർച്ചസ് ലീഡർഷിപ്പ് എടുത്ത് ട്രെൻഡ് എന്ന സ്ഥലത്ത്, നോർത്തേൺ ഇറ്റലിയിലെ ട്രെൻഡ് എന്ന സ്ഥലത്ത് അവർ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടി. അവരുടെ ഓബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരുന്നു നോക്കാം. അവരുടെ ഓബ്ജക്റ്റീവ്സ് ആയിരുന്നു കറക്റ്റ് ഇറോണിയസ് ടെൻഡൻസീസ് വിത്തിൻ ദ ചേർച്ച്, ചേർച്ചിലുള്ള തെറ്റായ കാര്യങ്ങൾ ശരിയാക്കുക, തെറ്റായ പ്രവണതകളെ ഒഴിവാക്കുക. അതാണ് ഇറോണിയസ് ടെൻഡൻസീസ് വിത്തിൻ ദ ചേർച്ച്. അടുത്തത് എന്താണ്? ടു ഇംപ്ലിമെൻറ്റ് റിഫോംസ്, പരിഷ്കരണങ്ങൾ കൊണ്ടുവരിക, മാറ്റങ്ങൾ, വേണ്ടുന്ന മാറ്റങ്ങൾ കൊണ്ടുവരിക. അതുപോലെ സെയിൽ ഓഫ് ഇൻ്റലിജൻസ് ഒഴിവാക്കുക, നിർത്തലാക്കുക. ദ സെയിൽ ഓഫ് ഇൻ്റലിജൻസ് വാസ് ബാൻഡ്, അത് ഒഴിവാക്കി, നിർത്തലാക്കി. എ ലിസ്റ്റ് ഓഫ് ബുക്സ് ദാറ്റ് ഷുഡ് നോട്ട് ബി റീഡ് ബൈ ദ ബിലീവേഴ്സ് വാസ് പബ്ലിഷ്ഡ്. അതുപോലെ ഒരു കൂട്ടം പുസ്തകങ്ങൾ വായിക്കാൻ പാടില്ല എന്ന ഒരു നിബന്ധന അവർ കൊണ്ടുവന്നു. അത് ഏതൊക്കെയാണെന്നും തയ്യാറാക്കി, അതിൻ്റെ ഒരു ഇൻഡെക്സ് തന്നെ തയ്യാറാക്കി. ദ കോർട്ട് ഓഫ് ഇൻക്വിസിഷൻ വിച്ച് വാസ് ദർ ഇൻ മിഡീവൽ ടൈംസ് വാസ് റീഇൻസ്റ്റിറ്റ്യൂട്ടഡ്. ഇപ്പോൾ മിഡീവൽ ടൈമിലുള്ള ഒരു ഇൻക്വിസിഷൻ കോർട്ട്, അതായത് മതവിചാരണ കോടതി വീണ്ടും കൊണ്ടുവന്നു. അതായത് മുമ്പ് ഉണ്ടായിരുന്ന ഒരു മതവിചാരണ കോടതിയെ അവർ വീണ്ടും കൊണ്ടുവന്നു. ഇത്തരത്തിലുള്ള റിഫോംസ് ആണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് ഈ ഒരു സമ്മേളനത്തിൽ അവർ മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ കൗണ്ടർ റിഫോർമേഷന് വേണ്ടുന്ന, അല്ലെങ്കിൽ കൗണ്ടർ റിഫോർമേഷന് വേണ്ടുന്ന പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ഒന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഈ കൗൺസിൽ. അതായത് ഇവിടെ ഒത്തുകൂടിയ നോർത്തേൺ ഇറ്റലിയിലെ ട്രെൻഡിൽ സമ്മേളിച്ച കൗൺസിൽ. അത് കഴിഞ്ഞ് വരുന്നതാണ് സൊസൈറ്റി ഓഫ് ജീസസ് എന്ന സഭ. അതായത് സ്പെയിൻകാരനായ ഇഗ്നേഷ്യസ് ലയോള എന്ന പുരോഹിതൻ സ്ഥാപിച്ച സൊസൈറ്റി ഓഫ് ജീസസ് എന്ന സഭയും പ്രതിമത നവീകരണത്തിന്, അതായത് കൗണ്ടർ റിഫോർമേഷന് വേണ്ടുന്ന പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെ അംഗങ്ങൾക്ക് വളരെ കർശനമായ അച്ചടക്കം ആവശ്യമായിരുന്നു. തിരിച്ചൊന്നും ചോദ്യം ചെയ്യാതെ പറഞ്ഞത് എന്താണോ അതനുസരിക്കുക. അപ്പം ഈ ഒരു കാര്യം ഈ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു, ഇതിലെ അംഗങ്ങൾക്കുണ്ടായിരുന്നു. അതുപോലെ ഇവരുടെ വേറൊരു കാര്യം മതപ്രചാരണം ആയിരുന്നു. അതായത് മതം പ്രചരിപ്പിക്കുക, അതുപോലെ കത്തോലിക്ക സഭയുടെ ലീഡർഷിപ്പ് അവിടെ ഉറപ്പാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ ഒരു സൊസൈറ്റി നോക്കി നടത്തി. കത്തോലിക്ക സഭയിൽ അക്കാലത്ത് നിലനിന്നിരുന്ന പല തെറ്റായ കാര്യങ്ങളും ഇല്ലാതാക്കാൻ ഈ ഒരു കൗണ്ടർ റിഫോർമേഷന് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇത് കത്തോലിക്ക മത നവീകരണം എന്നുകൂടി, അതായത് കാത്തലിക് റിഫോർമേഷൻ എന്നും കൂടി അറിയപ്പെടുന്നു. ഗ്രീക്കോ റോമൻ ടൈംസ് മുതൽ ഉണ്ടായിട്ടുള്ള ഹ്യൂമനിസ്റ്റിക് ഐഡിയാസിൻ്റെ പ്രോഗ്രസ്, എവല്യൂഷണറി പ്രോഗ്രസ് മാർക്ക് ചെയ്യുന്നതാണ് റിനൈസൻസ്. റിനൈസൻസ് വാസ് ഓൾസോ എ കണ്ടിന്യൂഷൻ ഓഫ് ആൻഷ്യൻ്റ് ആൻഡ് ദ മിഡിൽ ഏജസ്. ആൻഷ്യൻ്റ് മിഡിൽ ഏജസിൻ്റെ കണ്ടിന്യൂഷനാണ് റിനൈസൻസ്. അതൊക്കെ നമ്മൾ അറിയുന്ന കാര്യം തന്നെയാണ്. അതുപോലെ ഏറ്റവും കാതലായ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? റിനൈസൻസ് വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹ്യൂമനിസം വിച്ച് ഫോക്കസ്ഡ് ഓൺ ഹ്യൂമാനിറ്റി ആൻഡ് ഹ്യൂമൻ നീഡ്സ്. ഹ്യൂമനിസമാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് റിനൈസൻസിൻ്റെ അല്ലെങ്കിൽ റിനൈസൻസിൻ്റെ സ്വഭാവ സവിശേഷത എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമാനിസമാണ്. അത് ഫോക്കസ് ചെയ്യുന്നത് മനുഷ്യത്വത്തെയും മനുഷ്യൻ്റെ ആവശ്യങ്ങളെയുമാണ്. അങ്ങനെ നമ്മുടെ എക്സ്റ്റെൻസീവ് ട്രേഡും
അതുപോലെ കൾച്ചറൽ എക്സ്ചേഞ്ചും കാരണം റിനൈസൻസ് മറ്റു രാജ്യങ്ങളിലേക്കും വളരാൻ ഇടയായി.